അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 20 ഞായറാഴ്ച. കേരള സർവകലാശാലയിലെ പ്രതിസന്ധി രൂക്ഷമാകുന്നതിനിടെ ഗവർണർ രാജേന്ദ്ര ആർലേക്കറുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വൈകിട്ട് 3:30 രാജ്ഭവനിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തും. അതേസമയം രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കാനാവില്ലെന്ന നിലപാടിൽ ഉറച്ച് വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ. രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കിയ സമാന്തര സിൻഡിക്കേറ്റ് യോഗത്തിന്റെ തീരുമാനത്തിൽ ഔദ്യോഗിക ഉത്തരവിറക്കിയ ജോയിന്റ് രജിസ്ട്രാർ പി ഹരികുമാറിനോട് VC വിശദീകരണം തേടിയിട്ടുണ്ട്. രജിസ്ട്രാറുടെ എല്ലാ ചുമതലയും ഫയൽ ആക്സസും താൽക്കാലിക രജിസ്ട്രാർ മിനി കാപ്പനെ കൈമാറണമെന്നും VC ആവശ്യപ്പെട്ടു. കേരളത്തിലെ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് ഗവർണർ സർക്കാർ പോര് കടുക്കുന്ന സാഹചര്യത്തിൽ ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനവുമായി CPM പോളിറ്റ് ബ്യൂറോ. സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനങ്ങൾ അട്ടിമറിക്കാൻ ഗവർണറും കേന്ദ്ര സർക്കാരും ശ്രമിക്കുകയാണെന്ന് PB കുറ്റപ്പെടുത്തി. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഭരണഘടനാ പദവി ദുരുപയോഗം ചെയ്യുകയാണെന്നും സംസ്ഥാന സർക്കാരിന്റെ സുഗമമായ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താനുള്ള നീക്കങ്ങൾ അനുവദിക്കില്ലെന്നും CPM പ്രസ്താവനയിൽ വ്യക്തമാക്കി. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. 12 ജില്ലകളിൽ ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള തീരത്ത് 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. മീൻപിടുത്തത്തിനുള്ള വിലക്ക് തുടരുകയാണ്. മലയോര മേഖലകളിൽ അതീവ ജാഗ്രത വേണമെന്നും തുടർച്ചയായി മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതകൾ കണക്കിലെടുക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. കാസർഗോഡ് ജില്ലയിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മദ്രസകൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും ഉൾപ്പെടെ ഞായറാഴ്ച തുറന്നു പ്രവർത്തിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. വടക്ക് പടിഞ്ഞാറൻ രാജസ്ഥാന് മുകളിലായി തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നു. ജൂലൈ 24 വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാനും സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് നാളെ വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കൊല്ലം തേവലക്കരയിൽ സ്കൂളിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ മൃതദേഹം സംസ്കരിച്ചു. 100 കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിൽ അനിയൻ സുജിനാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത്. ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം ഇന്നലെ 10 മണിക്ക് ശേഷം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചിരുന്നു. ഉച്ചയ്ക്ക് 12-നാണ് മൃതദേഹം വീട്ടിലെത്തിച്ചത്. വൈകിട്ട് 4 മണിയോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചത്. കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ വെച്ച് ഷോക്കേറ്റ് മരിച്ച 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുന്റെ മരണത്തിന് കാരണമായ വൈദ്യുതി ലൈൻ നീക്കം ചെയ്തു. KSEBയുടെ ഉദ്യോഗസ്ഥരെത്തിയാണ് സ്കൂളിന് സമീപത്ത് താഴ്ന്നുകിടന്ന വൈദ്യുതി ലൈൻ മാറ്റിയത്. ഇന്നലെ ബാലാവകാശ കമ്മീഷൻ ചെയർമാന്റെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ വൈദ്യുതി ലൈൻ മാറ്റാൻ ധാരണയായിരുന്നു. കൊല്ലം തേവലക്കരയിലെ സ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിന് ഉത്തരവാദികളായവരെ കണ്ടെത്തി നടപടിയെടുക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഒരു പാവം പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്യുകയല്ല വേണ്ടതെന്നും കോട്ടയത്തെ ബിന്ദുവിന്റെയും കൊല്ലത്തെ മിഥുന്റെയും മരണത്തിന് സർക്കാരും ഉദ്യോഗസ്ഥരുമാണ് ഉത്തരവാദികളെന്നും അദ്ദേഹം പറഞ്ഞു. കൊല്ലത്തെ സ്കൂൾ വിദ്യാർത്ഥി മിഥുന്റെ ദാരുണ മരണത്തിന് പിന്നാലെ കണ്ണു തുറന്ന് വൈദ്യുതി വകുപ്പ്. സംസ്ഥാനത്തെ എല്ലാ വൈദ്യുതി ലൈനുകളുടെയും സുരക്ഷാ പരിശോധന സമയബന്ധിതമായി നടത്താൻ വൈദ്യുതി വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി നിർദ്ദേശം നൽകി. അടുത്ത കാലത്ത് നടന്ന വിവിധ വൈദ്യുതി അപകടങ്ങളുടെ കാരണങ്ങൾ പരിശോധിച്ചതിൽ വൈദ്യുതി ലൈനുകളുടെ സുരക്ഷാ പരിശോധന വീഴ്ച കൂടാതെ നടത്തി ഉചിത പരിഹാര നടപടികൾ ഊർജിതമാക്കേണ്ടതുണ്ടെന്ന് കാണുന്നുവെന്ന് മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി ആകെ 581 പേർ നിപ്പ സമ്പർക്ക പട്ടികയിലുള്ളതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ്. മലപ്പുറം ജില്ലയിൽ 63 പേരും പാലക്കാട് 420 പേരും കോഴിക്കോട് 96 പേരും എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഒരാൾ വീതവുമാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. മലപ്പുറത്ത്
14 പേർ ഐസൊലേഷനിൽ ചികിത്സയിലുണ്ട്. കണ്ടെയ്ൻമെന്റ് സോൺ സംബന്ധിച്ച് മെഡിക്കൽ ബോർഡിനോട് തീരുമാനമറിയിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. അടിയന്തരാവസ്ഥ ലേഖന വിവാദത്തിൽ വിശദീകരണവുമായി ശശി തരൂർ MP. ഗാന്ധി കുടുംബത്തിനെതിരെ താൻ ഒന്നും പറഞ്ഞിട്ടില്ലെന്നും വിമർശിക്കുന്നത് തന്നെ വായിക്കാത്തവരാണെന്നും തരൂർ പറഞ്ഞു. 1997 താൻ എഴുതിയത് തന്നെയാണ് ഇത്തവണയും എഴുതിയതെന്നും നടന്ന ചില സംഭവങ്ങളെക്കുറിച്ചും അതിൽ ഉൾപ്പെട്ട ചില വ്യക്തികളെക്കുറിച്ചുമാണ് ലേഖനത്തിൽ പരാമർശിച്ചിട്ടുള്ളതെന്നും ശശി തരൂർ വിശദമാക്കി. ആദ്യം രാജ്യം പിന്നെ പാർട്ടി എന്നാണ് തന്റെ നിലപാടെന്ന് വ്യക്തമാക്കി കോൺഗ്രസ് MP ശശി തരൂർ. താൻ സംസാരിച്ചത് എല്ലാ ഇന്ത്യക്കാർക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ ശശി തരൂർ ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ മറ്റ് പാർട്ടികളുമായും സഹകരിക്കേണ്ടി വരുമെന്നും വ്യക്തമാക്കി. ദേശീയ സുരക്ഷാ വിഷയങ്ങളിൽ താൻ സ്വീകരിച്ച നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ശശി തരൂർ പറഞ്ഞു. സമീപകാലത്തെ പ്രവർത്തനങ്ങളിലും അഭിപ്രായ പ്രകടനങ്ങളിലും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെ വിമർശനങ്ങൾ ഉയരുന്നതിനിടെയാണ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയത്. കൺഗ്രാചുലേഷൻസ് മിടുക്കിയാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFE പുതിയ ഹാർമണി ചുറ്റി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചുറ്റിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. കൊല്ലം സ്വദേശിനിയെ ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തേവലക്കര തെക്കുംഭാഗം കോയിവിള സ്വദേശിനി തട്ടന്റെ വടക്കയിൽ അതുല്യ ഭവനത്തിൽ അതുല്യ ശേഖരനെയാണ് ഷാർജയിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ദുബായിലെ അരോമ കോൺട്രാക്ടിംഗ് കമ്പനിയിലെ ജീവനക്കാരനായ സതീഷ് ശങ്കറാണ് ഭർത്താവ്. ദമ്പതികളുടെ ഏകമകൾ ആരാധിക അതുല്യയുടെ മാതാപിതാക്കളുടെ കൂടെയാണ്. ഭർത്താവ് സതീഷും അതുല്യയുമായി രാത്രി വഴക്കുണ്ടായതായി ബന്ധുക്കൾ പറഞ്ഞു. കൊല്ലം സ്വദേശിനി അതുല്യയെ ഷാർജയിലെ ഫ്ളാറ്റിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തു. അതുല്യയുടെ കുടുംബത്തിന്റെ പരാതിയിൽ കൊല്ലം ചവറ തെക്കുംഭാഗം പോലീസാണ് അതുല്യയുടെ ഭർത്താവ് സതീഷിനെതിരെ കൊലപാതക കുറ്റം ചുമത്തി കേസെടുത്തത്. ശാരീരിക പീഡനം, സ്ത്രീധന പീഡനം എന്നീ വകുപ്പുകളും പോലീസ് ചുമത്തിയിട്ടുണ്ട്. സ്ത്രീധനത്തിന്റെ പേരിൽ സതീഷ് ഭാര്യയെ പീഡിപ്പിച്ചിരുന്നുവെന്നാണ് FIRലുള്ളത്. മരിക്കുന്നതിന് മുമ്പ് അനന്യ കുടുംബത്തിന് പീഡനത്തിന്റെ തെളിവായി ചിത്രങ്ങളും വീഡിയോകളും അയച്ചു നൽകിയതായി ബന്ധുക്കൾ വ്യക്തമാക്കി. സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ വീണ്ടും വിജിലൻസിന്റെ മിന്നൽ പരിശോധന. വൈകിട്ട് 4:30 മുതൽ സംസ്ഥാനത്തെ 81 മോട്ടോർ വാഹന ഓഫീസുകളിലാണ് ഒരേ സമയം പരിശോധന ആരംഭിച്ചത്. ഓപ്പറേഷൻ ക്ലീൻ വീൽസ് എന്ന പേരിൽ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയാണ് റെയ്ഡ് നടത്തിയത്. നരേന്ദ്രമോദി സർക്കാരിന്റെ ബ്ലൂ ഇക്കണോമി മത്സ്യത്തൊഴിലാളികൾക്ക് ഒരുക്കിയ കെണിയാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. കേന്ദ്ര സർക്കാരിന്റെ പുതിയ ആഴക്കടൽ മത്സ്യബന്ധന നയത്തിനെതിരെയും കടൽ മണൽ ഖനന നടപടികൾക്കെതിരെയും അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ രാജ്ഭവൻ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് റാങ്ക് പട്ടികയുടെ കാലാവധി അവസാനിക്കുന്ന അവസാന മണിക്കൂറുകളിലും പരമാവധി പേർക്ക് നിയമനം ഉറപ്പാക്കിയെന്ന് സംസ്ഥാന സർക്കാർ. അവസാന 24 മണിക്കൂറിൽ വിവിധ വകുപ്പുകളിലായി 1200ഓളം ഒഴിവിൽ കൂടി നിയമനം സാധ്യമാക്കിയാണ് കേരള PSC പുതുചരിത്രം കുറിച്ചത്. ശബരിമലയിലെ വിവാദ ട്രാക്ടർ യാത്രയിൽ ADGP MR അജിത് കുമാറിന് വീഴ്ചയുണ്ടായതായി DGP റവാഡ ചന്ദ്രശേഖറിന്റെ അന്വേഷണ റിപ്പോർട്ട്. ചട്ടം ലംഘിച്ച് ശബരിമല സന്നിധാനത്ത് ട്രാക്ടർ യാത്ര നടത്തിയതായി ADGP സമ്മതിച്ചു. ഒഴിവാക്കേണ്ട കാര്യമായിരുന്നുവെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്നും DGP കർശന നിർദ്ദേശം നൽകിയതായാണ് വിവരം. സംസ്ഥാനതല ഓണാഘോഷ പരിപാടികൾ സെപ്റ്റംബർ 3 മുതൽ 9 വരെ സംഘടിപ്പിക്കാൻ തീരുമാനം. സെപ്റ്റംബർ 9 ഘോഷയാത്രയോടെ തിരുവനന്തപുരത്ത് സമാപിക്കും. ജില്ലാതലത്തിൽ DTPCയുടെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ നടത്തും. ഓണാഘോഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. കാന്തപുരം പറയുന്നത് കേട്ട് ഭരിച്ചാൽ മതി കേരള സർക്കാർ എന്ന നിലയിലേക്കെത്തി കാര്യങ്ങളെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. സർക്കാർ എന്ത് നിയമം കൊണ്ടുവന്നാലും മലപ്പുറത്ത് പോയി ചോദിച്ചില്ലെങ്കിൽ അത് കുഴപ്പമായി എന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി കോട്ടയം ചില സമുദായങ്ങളുടെ കുത്തകയാണെന്നും കോട്ടയത്തിന്റെ ആധിപത്യം ചില പ്രത്യേക ശക്തികളുടെ കൈകളിലായി എന്നും മറിച്ചു പറയാൻ ആരുമില്ലാതായി എന്നും പറഞ്ഞു. കോട്ടയത്ത് നടന്ന SNDP യോഗം നേതൃയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. JSK എന്ന ചിത്രം റിലീസ് ചെയ്യുന്നതിനു വേണ്ടി സെൻസർ ബോർഡിൽ കയറി തന്റെ പവർ കാണിച്ചിട്ടില്ലെന്ന് നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി JSKയുടെ പ്രചാരണത്തിന്റെ ഭാഗമായി ദുബായിലെത്തിയപ്പോൾ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് സൂചിപ്പിച്ചിട്ടുണ്ടെന്നും
പല കാര്യങ്ങളിലും മാറ്റം വരണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇരിഞ്ഞാലക്കുടയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ ഓഫീസിലേക്ക് KSU നടത്തിയ മാർച്ചിൽ സംഘർഷം. മന്ത്രി ആർ ബിന്ദുവിന്റെ അനാസ്ഥ മൂലം കീം റാങ്ക് ലിസ്റ്റ് ഹൈക്കോടതി റദ്ദാക്കിയെന്നും വിദ്യാർത്ഥികളുടെ ഭാവി അനിശ്ചിതത്തിലായി എന്നും ആരോപിച്ചാണ് KSU ഇരിഞ്ഞാലക്കുട നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മെയ് മാസത്തിൽ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിനിടെ 5 യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വെളിപ്പെടുത്തലിൽ പ്രധാനമന്ത്രിയുടെ വിശദീകരണം തേടി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഈ 5 യുദ്ധവിമാനങ്ങളെക്കുറിച്ചുള്ള സത്യം എന്താണെന്ന് രാഹുൽ ചോദിച്ചു. രാജ്യത്തിന് അത് അറിയാനുള്ള അവകാശമുണ്ട് എന്നും രാഹുൽ എക്സിൽ കുറിച്ചു. ട്രംപ് ഇക്കാര്യം അവകാശപ്പെടുന്ന വീഡിയോ പങ്കുവച്ചായിരുന്നു രാഹുലിന്റെ ചോദ്യം. നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി നിശ്ചയിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധിക്കെതിരെ രാഷ്ട്രപതി ദ്രൗപദി മുർമു നൽകിയ റഫറൻസ് സുപ്രീം കോടതി ചൊവ്വാഴ്ച പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ 5-അംഗ ബെഞ്ച് ആണ് റഫറൻസ് പരിഗണിക്കുന്നത്. ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലുള്ള KFC ഔട്ട്ലെറ്റ് മെനുവിൽ നിന്ന് ചിക്കൻ വിഭവങ്ങൾ നീക്കം ചെയ്തു. നിലവിൽ നടന്നുവരുന്ന ശ്രാവണ മാസത്തിലെയും കാൻവാർ യാത്രയുടെയും പശ്ചാത്തലത്തിൽ മാംസാഹാരം വിൽക്കുന്നതിനെതിരെ ഹിന്ദു രക്ഷാദൾ നടത്തിയ പ്രതിഷേധങ്ങളെ തുടർന്നാണ് ചിക്കൻ വിഭവങ്ങൾ ഒഴിവാക്കിയത്. ഇന്ദിരാപുരം മേഖലയിലാണ് പ്രതിഷേധം ആരംഭിച്ചത്. ആം ആദ്മി പാർട്ടി നേതാവും പ്രശസ്ത പഞ്ചാബി ഗായികയുമായ അൽമോൻ ഗഗൻമാൻ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ചു. ഖരാർ MLA ആയിരുന്ന അൻമോൽ പഞ്ചാബ് നിയമസഭാ സ്പീക്കർ കുൽത്താർ സിംഗ് സൻദാന് രാജി സമർപ്പിച്ച് സ്ഥാനം ഒഴിയുകയായിരുന്നു. മണിപ്പൂരിൽ സന്ദർശനം നടത്താത്തതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് അധ്യക്ഷനും രാജ്യസഭാ പ്രതിപക്ഷ നേതാവുമായ മല്ലികാർജുൻ ഖാർഗെ. പ്രധാനമന്ത്രി 42 രാജ്യങ്ങൾ സന്ദർശിച്ചെന്നും പക്ഷേ മണിപ്പൂരിൽ പോയില്ലെന്നും ഖാർഗെ പറഞ്ഞു. ശനിയാഴ്ച കർണാടകയിലെ മൈസൂരുവിൽ പൊതുപരിപാടിയിൽ പങ്കെടുക്കവെയായിരുന്നു ഖാർഗെയുടെ വിമർശനം. സൗദി അറേബ്യയിലെ ഉറങ്ങുന്ന രാജകുമാരൻ എന്നറിയപ്പെട്ടിരുന്ന പ്രിൻസ് അൽ വലീദ് ബിൻ ഖാലിദ് ബിൻ തലാൽ അന്തരിച്ചു. 20 വർഷം കോമയിൽ കിടന്ന ശേഷമാണ് മരണം. 2005-ൽ ലണ്ടനിൽ നടന്ന വാഹനാപകടത്തിൽ പരിക്കേറ്റ് അബോധാവസ്ഥയിലായിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ദി റെസിസ്റ്റന്റ് ഫ്രണ്ടിനെ പരസ്യമായി പിന്തുണച്ച് പാക് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇഷാഖ് ദർ TRFനെ നിയമവിരുദ്ധമായ ഒരു സംഘടനയായി കണക്കാക്കുന്നില്ലെന്നും പഹൽഗാം ആക്രമണം നടത്തിയത് TRF ആണെന്നതിനെ തെളിവ് കാണിക്കൂവെന്നും ഇഷാഖ് ദർ പാക് പാർലമെന്റിൽ പറഞ്ഞു. ഇസ്രായേലിനും അമേരിക്കയ്ക്കും കനത്ത പ്രഹരമേൽപ്പിക്കുന്ന പ്രസ്താവനയ്ക്ക് പിന്നാലെ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി ജൂതരെയും ഇസ്രായേലി സൈനികരെയും എലികളായി ചിത്രീകരിക്കുന്ന AI ചിത്രം ഔദ്യോഗിക വെബ്സൈറ്റിൽ പങ്കുവച്ചു. ഇറാനിയൻ മിസൈലുകളിൽ നിന്ന് രക്ഷപ്പെടാനായി ജൂതരും ഇസ്രായേലി സൈനികരും ഒരു അമേരിക്കൻ കപ്പലിൽ ഭയന്ന് ഇരിക്കുന്നതാണ് ചിത്രത്തിൽ. ശിക്ഷ ഒഴിവാക്കാൻ ഒളിവിൽ പോകുമെന്ന ആശങ്കയെ തുടർന്ന് മുൻ പ്രസിഡന്റ് ജെയർ ബോൾസനാരോയോട് ഇലക്ട്രോണിക് നിരീക്ഷണ ആംഗിൾ ടാഗ് ധരിക്കാൻ ബ്രസീൽ പോലീസ് ഉത്തരവിട്ടു. ഇതിനു പുറമെ വിദേശ നയതന്ത്രജ്ഞനുമായി ആശയവിനിമയം നടത്തുന്നതിനും രാത്രി വീട് വിട്ടിറങ്ങുന്നതിനും സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിനും അധികൃതർ വിലക്കേർപ്പെടുത്തി. ഇത് അങ്ങേയറ്റത്തെ അപമാനകരമാണെന്നും രാജ്യം വിട്ടുപോകാൻ താൻ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ലെന്നും ബോൾസനാരോ പ്രതികരിച്ചു. തെക്കൻ ഗാസയിലെ ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിലെത്തിയ ജനക്കൂട്ടത്തിനു നേരെ ഇസ്രായേൽ സേന നടത്തിയ വെടിവയ്പിൽ കുറഞ്ഞത് 32 പേർ കൊല്ലപ്പെടുകയും 100-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. US-ന്റെയും ഇസ്രായേലിന്റെയും നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷന്റെ കേന്ദ്രങ്ങളിൽ ഭക്ഷണം വാങ്ങാനെത്തിയവർക്ക് നേരെയാണ് വെടിവെച്ചത്. മരിച്ചവരിൽ കൂടുതലും യുവാക്കളാണ്. നിർമ്മിത ബുദ്ധി ഉയർത്തുന്ന പ്രധാന വെല്ലുവിളി നേരിടാൻ അമേരിക്ക തയ്യാറെടുത്തിട്ടില്ലെന്നും ആ രംഗത്തെ മുന്നേറ്റത്തെ തന്നെ അത് തടസ്സപ്പെടുത്തിയേക്കുമെന്നും ഗൂഗിളിന്റെ മുൻ CEO എറിക് ഷ്മിറ്റ്. അമേരിക്ക ഒരു ഗുരുതരമായ ഊർജ്ജക്ഷാമം നേരിടേണ്ടി വരുമെന്നാണ് അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ്.
ഇംഗ്ലണ്ട് വനിതകൾക്കെതിരായ രണ്ടാം ഏകദിനത്തിൽ ഇന്ത്യക്ക് 8 വിക്കറ്റിന്റെ തോൽവി. ലോർഡ്സിൽ മഴയെ തുടർന്ന് 29 ഓവറാക്കിയ മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനെത്തിയ ഇന്ത്യക്ക് 8 വിക്കറ്റ് നഷ്ടത്തിൽ 143 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. മറുപടി ബാറ്റിംഗിൽ ഇംഗ്ലണ്ട് വിജയത്തിലേക്ക് നീങ്ങവേ വീണ്ടും മഴയെത്തി. ഇതോടെ ആതിഥേയരുടെ വിജയലക്ഷ്യം 24 ഓവറിൽ 115 കുറച്ചു. 21 ഓവറിൽ ഇംഗ്ലണ്ട് ലക്ഷ്യം മറികടക്കുകയും ചെയ്തു. ഇതോടെ 3 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇംഗ്ലണ്ട് 1-1 ഒപ്പമെത്തി. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.